രാഹുലിന് ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പത്തനംതിട്ടയിലെ ജില്ലാ കോടതിയിൽ തിങ്കളാഴ്ച അത് ജാമ്യത്തിന് മൂവ് ചെയ്യും. ചൊവ്വാഴ്ചത്തേന് ജാമ്യം ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയമാണോ വ്യക്തിവൈരാഗ്യമാണോ എന്താണെന്നറിയത്തില്ല. ചില ആൾക്കാർക്ക് അയാളോട് ഭയങ്കര വ്യക്തിവൈരാഗ്യമാണ്. അത് കോൺഗ്രസ് പാർട്ടിയിലുള്ളവർക്കുണ്ട്. അത് എന്താണെന്ന് നമുക്കത് മനസ്സിലാകുന്നില്ല. ആ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്ത് അയാളുടെ പേരിൽ കേസുകൾ ഒന്നിൻ്റെ പുറകെ പലരും വരുന്നു. അതിനെ കോൺഗ്രസ്സുകാർ ചിലർ സപ്പോർട്ട് ചെയ്യുന്നു, എതിർക്കുന്ന പോലെ ഒപ്പം അത്ര അനുകൂലിക്കുന്നവരുമുണ്ട്. CPM തന്നെയും വളരെയധികം ശക്തമായി ഇദ്ദേഹത്തിനെ എതിർക്കുന്നുണ്ട്, അനുകൂലിക്കുന്നവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. രാഷ്ട്രീയമില്ലാത്ത ആൾക്കാർ, വളരെയധികം ആൾക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര കേസ് വന്നാലും ശരി, കേസിനകത്തൊക്കെ അയാൾ അകത്ത് കിടന്ന് പുറത്ത് വന്നാലും ശരി, കേസിന് കൺവിഷൻ വരണം. നിയമപരമായിട്ടൊരു കൺവിഷൻ വന്നെങ്കിൽ മാത്രമേ അയാളെ ഡീബാർ ചെയ്യാൻ പറ്റുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയത് ശനിയാഴ്ചയാണ്. രാഹുലിനെ കുരുക്കിലാക്കുന്ന തരം സുപ്രധാനമായതും ഗൗരവതരവുമായ നിരീക്ഷണങ്ങൾ നടത്തിയാണ് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചത്. പരാതിക്കാരിയുടെ മൊഴികളിൽ നിന്ന് ബലാത്സംഗം നടന്നു എന്ന് വ്യക്തമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ വിധി. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിക്കുന്നതുപോലെ പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു ശാരീരിക ബന്ധമല്ല നടന്നത് എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഹുൽ ഉയർത്തിയ വാദങ്ങളെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. അതോടൊപ്പം രാഹുലിനെതിരായ സമാനമായ മറ്റു പരാതികളും കോടതി പരാമർശിച്ചിരുന്നു. അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് സമൂഹത്തിൽ ഉന്നത സ്വാധീനമുള്ള പ്രതിക്കെതിരെ ഉള്ളത് എന്ന നിരീക്ഷണം നടത്തിയാണ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് അരുന്ധതി ദിലീപ് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഉത്തരവിട്ടത്. പരാതിക്കാരിയായ യുവതി നൽകിയ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്ന തരത്തിലാണ് മജിസ്ട്രേറ്റിന്റെ നിരീക്ഷണങ്ങൾ. ഉഭയസമ്മതപ്രകാരമല്ലാതെ ബലാത്സംഗം തന്നെ നടന്നു എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. പരാതിക്കാരിയുടെ മൊഴികളിൽ ഒരിടത്തും പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധം നടന്നു എന്ന് പ്രഥമ ദൃഷ്ട്യാ പോലും തെളിയുന്നില്ല. മറിച്ച് ലഭ്യമായ മൊഴികളും തെളിവുകളും പരിശോധിക്കുമ്പോൾ ബലാത്സംഗം തന്നെയാണ് നടന്നതെന്ന് വ്യക്തമാകുന്നുണ്ട് എന്നും മജിസ്ട്രേറ്റ് നിരീക്ഷിക്കുന്നു. പരാതിക്കാരി വിവാഹിതയാണ് എന്ന് അറിയില്ലായിരുന്നുവെന്ന രാഹുലിന്റെ വാദവും കോടതി തള്ളിക്കളഞ്ഞു. അതീവ ഗുരുതരമാണ് പ്രതിക്കെതിരായ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇങ്ങനെയായിരുന്നു. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പിന്തുണ നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയുടെ വിശ്വാസം നേടിയത്. അതുകൊണ്ട് തന്നെ വിവാഹിതയായിരുന്നുവെന്ന കാര്യം അറിയില്ലായിരുന്നുവെന്ന രാഹുലിന്റെ വാദം തെറ്റാണ്. വിവാഹ പ്രശ്നങ്ങൾ സംസാരിക്കാൻ തിരുവല്ലയിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയപ്പോൾ നിർബന്ധിച്ച് യുവതിയുടെ പേരിൽ മുറിയിടിപ്പിച്ചത് രാഹുൽ തന്നെയാണ്. റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ പരാതിക്കാരിയെ തന്ത്രത്തിൽ വശത്താക്കി മുറിയെടുപ്പിക്കുകയും ഹോട്ടൽ രജിസ്റ്ററിൽ പേര് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ എഴുതിക്കുകയും ചെയ്തു. ഹോട്ടൽ രജിസ്റ്ററിൽ യുവതിയുടെ പേരിനൊപ്പം ഉണ്ടായിരുന്നത് രാഹുൽ BR എന്നായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ യഥാർത്ഥ പേര് ഇങ്ങനെയാണ്. പിന്നീട് മുറിയിൽ കടന്ന ഉടനെ മറ്റു സംസാരങ്ങൾക്ക് ഇട നൽകാതെ നേരെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഇതിലൂടെ യുവതി ഗർഭിണിയാകുകയും ചെയ്തു. ബലാത്സംഗത്തിനിടെ മുഖത്ത് തുപ്പുകയും അടിക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവ വിരുദ്ധമുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയിൽ ആരോപിച്ച വാദങ്ങൾ കഴമ്പില്ലാത്തതാണ് എന്ന് കണ്ട് കോടതി തള്ളിക്കളയുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ ചില ഉത്തരവുകൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ വാദങ്ങളെ മജിസ്ട്രേറ്റ് കോടതി ഖണ്ഡിച്ചത്. FIRൽ 3 ദിവസത്തിനകം പരാതിക്കാരി ഒപ്പുവെച്ചില്ല എന്നായിരുന്നു രാഹുലിന്റെ ഒരു വാദം. പ്രഥമ വിവര റിപ്പോർട്ടിൽ 3 ദിവസത്തിനകം ഒപ്പുവെക്കണമെന്ന നിർബന്ധമോ ഇല്ലെങ്കിലുള്ള പ്രത്യാഘാതമോ ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിട്ടില്ല എന്നാണ് മജിസ്ട്രേറ്റ് കോടതി ചൂണ്ടിക്കാട്ടിയത്. മാനദണ്ഡങ്ങൾ പാലിച്ചല്ല തന്റെ അറസ്റ്റ് എന്നായിരുന്നു മറ്റൊരു വാദം. രേഖാമൂലം കാരണം അറിയിക്കാതെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന് രാഹുൽ വാദിച്ചു. പക്ഷേ ചട്ടപ്രകാരം കോടതിയിൽ ഹാജരാക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് കാരണങ്ങൾ രേഖാമൂലം നൽകിയാൽ മതിയെന്ന സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി മജിസ്ട്രേറ്റ് കോടതി ഈ വാദത്തിന്റെയും മുനയൊടിച്ചു. മെഡിക്കൽ പരിശോധന വൈകി എന്നതും ജാമ്യം അനുവദിക്കാനുള്ള കാരണമായി കാണാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പ്രതിയുടെ സമൂഹത്തിലെ സ്ഥാനവും സ്വാധീനവും കേസ് അട്ടിമറിക്കപ്പെടുന്നതിലേക്ക് എത്തുമെന്ന സുപ്രധാന നിരീക്ഷണം കൂടി കോടതി നടത്തുന്നുണ്ട്. പ്രതി MLA ആണ്. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. തെളിവ് നശിപ്പിക്കാനും അന്വേഷണം അട്ടിമറിക്കാനും ശ്രമിച്ചേക്കാം.
ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കാൻ കോടതി തയ്യാറല്ല എന്നുകൂടി വ്യക്തമാക്കിയാണ് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ചത്. അതോടൊപ്പം പ്രതി സമാനമായ കുറ്റകൃത്യങ്ങൾ നേരത്തെയും ചെയ്തതായി ആരോപണവും നിലവിലുണ്ട് എന്ന് മുൻപത്തെ 2 കേസുകൾ പരാമർശിച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ചു. കോടതിയുടെ ഈ നിരീക്ഷണം പ്രതി ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന പ്രോസിക്യൂഷൻ വാദം ശരിവെക്കുന്നതാണ്. വിദേശത്തുള്ള തിരുവല്ല സ്വദേശിനിയായ യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ 3ാമത്തെ ബലാത്സംഗ പരാതി നൽകിയിരുന്നത്. പരാതിയിൽ പറഞ്ഞിരുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ബന്ധം സ്ഥാപിച്ച രാഹുൽ പിന്തുണ വാഗ്ദാനം ചെയ്ത് രംഗത്ത് വന്നു. പിന്നീട് പ്രശ്നങ്ങൾ സംസാരിക്കാൻ തിരുവല്ലയിലെത്തിയപ്പോൾ തന്ത്രപൂർവ്വം മുറി ബുക്ക് ചെയ്യിച്ചു. മുറിയിലെത്തിയ ഉടൻ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകുകയും ബന്ധം അകലാതിരിക്കാൻ കുഞ്ഞ് വേണമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഗർഭം ധരിച്ചതറിഞ്ഞ രാഹുലിന്റെ സ്വഭാവം മാറി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നും തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. സാമ്പത്തികമായി വലിയ രീതിയിൽ ചൂഷണം ചെയ്തുവെന്ന പരാതി കൂടി രാഹുലിനെതിരെയുണ്ട്. 2024 ഏപ്രിൽ 8-നാണ് പീഡനം നടന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇപ്പോഴാണ് പരാതി നൽകിയത്. തുടർന്ന് അതീവ രഹസ്യമായ നീക്കത്തിലൂടെ ജനുവരി 11-ന് പുലർച്ചെ താമസിച്ചിരുന്ന പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തത്. ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ രാഹുൽ ജയിലിൽ റിമാൻഡിൽ തുടരുകയാണ്. ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പത്തനംതിട്ട സെഷൻസ് കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം. രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫും പറയുന്നത്. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് അയാളുടെ പേരിൽ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ലേഡി അയാളെ കാണാൻ ശ്രമിക്കുന്നു, വീണ്ടും കാണാൻ ശ്രമിക്കുന്നു. അത് വളരെ ദുരൂഹതയാണ്. അത് എന്തിനാണ്, എന്ത് കാര്യത്തിലായാലും ശരി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളാണ്, റേപ്പ് ചെയ്ത ആളാണ്. ആ പെൺകുട്ടി പിന്നെ എന്തിനാണ് അയാളെ കാണാൻ ശ്രമിക്കുന്നത്? അത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ തന്നെ അതിൻ്റെ അകത്തുണ്ട്. അതിനകത്ത് വലിയ കാര്യങ്ങളുണ്ട്. ആ കാണുന്നതിന് ഒത്തിരി അർത്ഥതലമാനങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഇതുവരെ നമ്മളാരും കേട്ടിട്ടില്ല. ഇങ്ങനെയുള്ള തന്ത്രപരമായ അല്ലെങ്കിൽ കുതന്ത്രപരമായ കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? ഒരു സത്യം ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ പരാതി ട്രൂ ആണെങ്കിൽ, ട്രൂത്തിൽ ആണ് അത് നിൽക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ സത്യസ്ഥിതി അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഉചിതം. അതേ കോടതി സ്വീകരിക്കുകയുള്ളൂ. വളഞ്ഞ മാർഗത്തിൽ കൂടി തെളിവുണ്ടാക്കാൻ പോയാൽ അത് കോടതി അംഗീകരിക്കത്തില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തായാലും ശരി, വാദിയുടെ ഭാഗത്തായാലും ശരി, പ്രതിയുടെ ഭാഗത്തായാലും ശരി, കോടതിയെ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ട് ആ ലേഡി വരാനായിട്ടുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം. അവർ വരട്ടെ. ഡിലേ ആയാലും അവർക്ക് ചിലപ്പോൾ അവിടുന്ന് ജോലി സംബന്ധമായോ വിസ സംബന്ധമായൊക്കെ വരാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തിന് ജാമ്യത്തിന് ഇനി പ്രോസിക്യൂഷൻ എതിർക്കരുത്. കാരണം അദ്ദേഹം ജാമ്യത്തിന് പോട്ടെ, അതിനുശേഷം അവർ വരട്ടെ. വന്നിട്ട് എവിഡൻസ് അവർ തീർച്ചയായിട്ടും അവരുടെ പ്രഗ്നൻസിയുടെ കാര്യം, റേപ്പിൻ്റെ കാര്യത്തിലൊക്കെ മെഡിക്കൽ എവിഡൻസ് വേണം. അത് തീർച്ചയായിട്ടും ഗൈനക്കോളജി എക്സ്പെർട്ടിനെ കൊണ്ട് പരിശോധിപ്പിക്കണം. അത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പരിശോധിച്ച് അതിനകത്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ പോലീസ് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പൊളിറ്റിക്കൽ മൈൻഡോട് കൂടിയുള്ള ഒരു കേസെടുപ്പും അതുപോലെ അന്വേഷണവും ഒക്കെ തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് തന്നെ പരിക്കേൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അവർ സൂക്ഷിക്കുക. ഇതുപോലെയുള്ള കേസുകളൊന്നും നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം കേസെടുക്കുകയും അന്വേഷിക്കുകയും ചെയ്യുക. അത് ഏത് ഗവൺമെൻറ് ആയാലും ശരി, അത് എത്ര അധികം DGP ആയാലും ശരി, ആരായാലും ശരി, അങ്ങനെയുള്ള കേസുകൾ അന്വേഷിക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷിക്കാനും SHM ബാധ്യസ്ഥരല്ല.